കോൺഗ്രസിന് ഇപ്പോൾ വലിയൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. 2026 ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന്. അതൊരു വലിയ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ നമ്പർ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിപ്പോ ഒന്നാമത്തെ പേരുകാരൻ തീർച്ചയായിട്ടും വി ഡി സതീശനാണ്. വി ഡി സതീശൻ ഒരു നാച്ചുറൽ ചോയ്സ് ആണ്. കാരണം പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരാൾ അടുത്ത തവണ ഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിയായി വരിക എന്ന് പറയുന്നതിൽ വലിയ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ഒരു നിയറസ്റ്റ് കോമ്പറ്റീറ്റർ ആയി തന്നെ തൊട്ടടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇന്നലത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലമ്പൂരിലെ അജണ്ടകൾ ഫിക്സ് ചെയ്യുന്നതിലൊക്കെ തന്നെ കെ സി വേണുഗോപാൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളത് ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിൽ അഭിപ്രായപ്പെട്ടത് അവിടുത്തെ ഇൻചാർജ് ആയിരുന്ന എ പി അനിൽകുമാറാണ്. അദ്ദേഹം കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽപ്പെടുന്ന ആളാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് വലിയ തോതിൽ ഇത്തരത്തിൽ അധികാരത്തിൽ വരും എന്നൊരു ധാരണ ഉണ്ടായിരിക്കുന്നു.